നമസ്കാരം, എൻ്റെ പേര് രോഹിത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവർലി പേ, മിനിമം പേ ഇതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം പരമാവധി ചുരുക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അല്ലെങ്കിൽ വൈകുന്നേരം തൊട്ട് രാത്രി വരെ അതിൽ ഒരുപാട് സമയം ജോലി ചെയ്യുകയും മാസത്ത് അവസാനമാകുമ്പോഴാണ് അതിൻ്റെ ഒരു വേസ് കിട്ടുകയും ചെയ്തത്. നേരെ മറിച്ച് യൂറോപ്യൻ കൺട്രീസിലും ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളിലും ഓരോ മണിക്കൂർ വെച്ച് കൂലിയുണ്ട്. യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഓരോ മാസത്തിൽ ഒരു തവണയാണ് പേ ചെയ്യുന്നത്. ന്യൂസിലൻഡിലാണെങ്കിൽ പെർ വീക്കാണ് വേസ് കിട്ടുന്നത്. അപ്പോൾ ഈ മിനിമം പേ, അവർലി പേ, ഈ അവർലി പേയ്ക്ക് പ്രധാനമായിട്ട് 3 മെയിൻ ബെനിഫിറ്റ്സ് ആണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലോ ChatGPTയിലോ അടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബെനിഫിറ്റ്സ് കാണാൻ പറ്റും. പക്ഷേ ഞാനിവിടെ പ്രധാനമായിട്ട് 3 ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്കുണ്ടായ ഗുണങ്ങളെ കുറിച്ച്, ആ ഒരു ബെനിഫിറ്റ്സിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് നമ്പർ ഓഫ് അവേഴ്സ് മാത്രം ജോലി ചെയ്ത് നമുക്ക് മാക്സിമം മണി ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 20 മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യുന്നത് ആഴ്ചയിൽ വെറും 20 മണിക്കൂർ മാത്രം ജോലി ചെയ്ത് നമുക്ക് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. ദൂരെ നിന്നാണ് വണ്ടി ഓടിച്ചാൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം വെറും 4 ദിവസം മാത്രമേ ജോലി ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു 4 ദിവസം സമയം മണിക്കൂർ കൊണ്ട് തന്നെ കിട്ടുന്ന വേഴ്സ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. ഇത്ര സ്പെസിഫിക് നമ്പർ ഓഫ് അവേഴ്സ് മാത്രം ജോലി ചെയ്തിട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റി, സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. നാട്ടിലെ പോലെ ഇങ്ങനെ ഒരുപാട് മണിക്കൂറുകളൊന്നും ജോലി ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ അത്ര സമയം ജോലി ചെയ്യാം. അപ്പോൾ ഓരോ മണിക്കൂർ ജോലി ചെയ്യുന്നതോറും അതിനനുസരിച്ച് നല്ല കൂലിന് കൂടുതൽ പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കടയിൽ ഇപ്പോൾ 2 സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന കടയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ എൻ്റെ സമയം ഇപ്പോൾ 7 മണി തൊട്ട് 10 മണി വരെയാണ് രാത്രി ജോലി സമയം. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എനിക്കിപ്പോൾ ആ ഒരു സമയം പോകാൻ പറ്റിയില്ല, എന്തെങ്കിലും അത്യാവശ്യം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നീ ഈ സമയം ജോലി ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു സമയം 7 മണി തൊട്ട് 10 മണി വരെ എനിക്ക് പകരം അവന് വന്ന് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ മണിക്കൂർ അവൻ ജോലി ചെയ്യുന്നവരും അതിനനുസരിച്ചുള്ള കൂലി, ഓരോ മണിക്കൂർ അനുസരിച്ചുള്ള കൂലി എംപ്ലോയറിന് ഇവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ മൂന്നാമത്തെ ബെനിഫിറ്റ്. ഫ്ലെക്സിബിലിറ്റിയും അതിനനുസരിച്ചുള്ള നമുക്ക് ആ വേസിനനുസരിച്ചുള്ള കൂലി നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് റിയൽ ലൈഫ് കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ വേ പ്രോട്ടീൻ വാങ്ങിക്കണമെന്ന് വിചാരിക്കുക. വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ള ആളുകൾക്ക് ഇപ്പം മുഴുവൻ പ്രോട്ടീൻ്റെക്കും അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ നമുക്ക് ഫുഡിലൂടെ എടുക്കാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ പൗഡർ നമുക്ക് എടുത്ത് പാലിലൂടെ കലക്കി നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ വേ പ്രോട്ടീൻ്റെ ഏകദേശം ഒരു വില വരുന്നത് ഏകദേശം ഒരു $180 അപ്പോൾ $180 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണിയിൽ 9,000 റുപ്പീസ് വരും. നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാറില്ല 5,000-6,000 രൂപ വരും. ഇവിടെ 9,000 റുപ്പീസ് വരും. പിന്നെ ഈ വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇത് തേർഡ് പാർട്ടി ലാബ് ടെസ്റ്റഡ്, നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. സാധനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ നാട്ടിലിങ്ങനെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു സ്പീച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ വാൺ ചെയ്യുമായിരുന്നു, ഈ സ്റ്റിറോയിഡ് കലർന്ന വേ പ്രോട്ടീൻ എടുക്കുന്നത് നല്ലതല്ല എന്ന്. ഇപ്പം ഇത് നമുക്ക് തേർഡ് പാർട്ടി ടെസ്റ്റ് ചെയ്ത നല്ല കമ്പനി, നമുക്ക് വിശ്വസിക്കാനുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അതൊരു പ്രൊമോഷൻ പോലെ ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റിറോയിഡ് കലർന്നതായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കില്ല, ഞാൻ മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ $180. അപ്പം ഇപ്പോൾ ഒരു കേസിൽ മിനിമം പേ വാങ്ങിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഒരാളുടെ വേഴ്സ് മിനിമം പേ വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ടാക്സ് കഴിഞ്ഞ് ഏകദേശം $20 അല്ലെങ്കിൽ $20 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തി 9 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേ പ്രോട്ടീൻ വാങ്ങിക്കാനുള്ള പൈസയായി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വേ പ്രോട്ടീൻ വാങ്ങിക്കണമെങ്കിൽ ഞാൻ സാധാരണ ജോലിയേക്കാളും ഒരു 9 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൈസ എടുത്ത് എനിക്ക് വേ പ്രോട്ടീൻ വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഇപ്പോൾ നാട്ടിലെ കേസ് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഓരോ യൂട്യൂബ് ചാനലിനെ കണ്ടിട്ടുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, നാച്ചുറൽ സ്ക്വാഡ് എന്ന് പറഞ്ഞ ചാനൽ. അദ്ദേഹത്തിന് ഇങ്ങനെ ആൾ മെസ്സേജ് ഇടും, അത് മെസ്സേജ് ഇട്ട് ഒരു ഷോർട്ടിൽ കണ്ടാണ് ചേട്ടാ അത് വേ പ്രോട്ടീൻ ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ വിലയെക്കുറിച്ച്. ഇപ്പോൾ നാട്ടിൽ 10,000-12,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് 10,000 രൂപ ജോലി മാസത്തിൽ ഒരു തവണ 10,000 രൂപ കിട്ടുന്നത്. അപ്പോൾ 4,000-5,000 രൂപ വേ പ്രോട്ടീൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് അദ്ദേഹം സപ്ലിമെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. അതിനെക്കുറിച്ചല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കേസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി എനിക്കിപ്പോൾ ജിമ്മുണ്ട്. ജിമ്മിൽ എന്ന് പറയുന്നത് $30 എനിക്കിവിടെ ഒരു മാസം കൊടുക്കേണ്ടത്. അപ്പം ഞാൻ 1.5 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് $30 കിട്ടി. അപ്പോൾ എനിക്ക് ഒരു മാസം ജിമ്മിൽ കൊടുക്കേണ്ട കൂലി എന്ന് പറയുന്നത് 1.5 മണിക്കൂറിൻ്റെ എൻ്റെ ശമ്പളമാണ് എൻ്റെ ഒരു മാസത്തെ ജിമ്മിലെ കൂലി. പിന്നെ ഇപ്പോൾ റെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ 178 എന്നാലും 180 കൂടണം. അപ്പോൾ എനിക്ക് റെൻ്റ് അടയ്ക്കണമെങ്കിൽ എൻ്റെ 9 മണിക്കൂറിൻ്റെ കൂലി കൊണ്ട് എനിക്ക് റെൻ്റ് അടയ്ക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്.
അപ്പം ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയ സെയിം തന്നെയാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇതെങ്ങനെ നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ മിനിമം പേ എന്നൊരു വലിയ ഒരു $23. അത് ടാക്സ് കഴിഞ്ഞാൽ ഏകദേശം $20 കിട്ടുന്നത്. 23 അല്ല, 23.50 $20 അടുപ്പിച്ച് കിട്ടും. അപ്പോൾ $20 എന്ന് പറയുന്നത് ഇന്ത്യൻ മണിയിൽ 1000 രൂപയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇന്ത്യയിൽ ഇപ്പം മിനിമം പേ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും ഇത്രയും വലിയ പേ കൊടുക്കണം നിർബന്ധമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ന്യൂസിലൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകളും പുറത്തുനിന്ന് വന്ന് ഇവിടെ സെറ്റിലായ ആളുകളാണ്. അപ്പം മിക്കവരും റെന്റ് അടച്ച് ജീവിക്കുന്നവരാണ്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ മിക്ക ആളുകൾക്കും നമുക്ക് തന്നെ നാട്ടിൽ വീടുണ്ട്. അപ്പോൾ റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് വരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയൊരു തുക തന്നെ മിനിമം പേ അല്ലെങ്കിൽ അവർലി പേയിൽ വരണമെന്ന് നിർബന്ധമില്ല. എന്നാലും നമുക്ക് ഓരോ എംപ്ലോയീസിനും അവർലി പേ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് അനുസരിച്ചുള്ള കൂലി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാനലിൻ്റെ എൻ്റെ പ്രധാന ഉദ്ദേശം, ചാനൽ തുടങ്ങുന്നതിനുള്ള പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഐഡിയാസ് നമ്മുടെ നാട്ടിലുള്ളവരിലേക്ക് എത്തിക്കുക. പലർക്കും ഇതറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഇത് എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.